ഈ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് നടത്തിയപ്പോൾ ജിമ്മ് നടത്തിയപ്പോൾ ചില വിമർശനങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു. ആ വിമർശനങ്ങൾ പറഞ്ഞത് ഈ വരുന്ന പ്രപ്പോസൽസ് ഒരു ടെക്നിക്കൽ കമ്മിറ്റിയെ വെച്ച് അത് പരിശോധിക്കണം എന്നുള്ള നിർദ്ദേശം പാർട്ടിക്കകത്ത് നിന്ന് ഞാനടക്കമുള്ള അന്നത്തെ ചെറുപ്പക്കാരായിട്ടുള്ള അന്നത്തെ MLA-മാർ ഞങ്ങൾ ആ നിർദ്ദേശം വെച്ചു. പാർട്ടിക്കകത്തും ഗവൺമെന്റിനകത്തും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യണമായിരുന്നു. പക്ഷെ അങ്ങ് ചെയ്തത് ഗ്രീൻ തോട്ട്സ് കേരള എന്നൊരു ബ്ലോഗ് ഉണ്ടായിരുന്നു. ആ ബ്ലോഗിലാണ് VD സതീശൻ, TN പ്രതാപൻ, MV ശ്രേയംസ്കുമാർ, VT ബൽറാം, KM ഷാജി, കൈബീഡൻ ഇവരെഴുതിയത്. അങ്ങനെ എഴുതാൻ പാടില്ല എന്ന് എൻ്റെ അഭിപ്രായം. കാരണം പാർട്ടിക്കകത്തല്ല, പുറത്തുനിന്ന് ഇൻവെസ്റ്റേഴ്സ് വരാൻ നിൽക്കുമ്പോൾ ഭരണകക്ഷിക്കകത്ത് തന്നെ തർക്കമുണ്ട് എന്ന് പ്രതീതി സൃഷ്ടിക്കപ്പെട്ടാൽ ഇൻവെസ്റ്റർമാർക്ക് താല്പര്യം. നിങ്ങൾ അകത്ത് ചർച്ച ചെയ്ത് ഞാൻ പോസിറ്റീവാണ്. അങ്ങ് എടുത്ത നിലപാട് പാർട്ടിക്കകത്തും ഗവൺമെന്റിനകത്താണെങ്കിൽ ആ നിലപാട് സ്വാഗതാർഹമാണ്. പക്ഷെ പബ്ലിക് ഡൊമൈനിലേക്ക് കൊടുക്കുമ്പോൾ കേരളത്തിലേക്ക് വരാനിരിക്കുന്ന ഇൻവെസ്റ്റർമാർ ചിലപ്പോൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യും.